ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എസ്രായേൽ പുസ്തകം 5-ാം അധ്യായം ആദ്യത്തെ വാക്യം വായിക്കാം. എന്നാൽ ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകൻ സെക്കരിയാവുമെന്ന പ്രവാചകന്മാർ യഹൂദായിലും യെരുശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ശേൽത്തിയേലിൻ്റെ മകനായ സെരുബ്ബാബേലും യോസദാക്കിൻ്റെ മകനായ യോശുവയും എഴുന്നേറ്റ് യെരുശലേമിലെ ദൈവാലയം പണിവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവരോടുകൂടി ഇരുന്നവരെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. മുടങ്ങിപ്പോയ പണി ആരംഭിക്കുകയാണ്. സന്തോഷം. മുടങ്ങിപ്പോയ പണി ആരംഭിക്കുകയാണ്. 2 പ്രവാചകന്മാർ അതിന് ആവശ്യമുള്ള വചനം കൊടുത്തു. പ്രവാചകന്മാർ കൂടിയേ കഴിയൂ. ദൈവ ശബ്ദം കേട്ട ദൈവവചനം പ്രസ്താവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എല്ലാ ദേശങ്ങളിലും ഉണ്ടാകണം, എല്ലാ സഭകളിലും ഉണ്ടാകണം. എല്ലാ രംഗത്തും പ്രവാചകന്മാർ വേണം. പ്രവാചകന്മാർ സെക്കരിയ പ്രവാചകനും ഹഗ്ഗായി പ്രവാചകനും പ്രവചിച്ചു. അവർ പ്രവചിച്ചത് ആ ജനത്തിന് ഉത്സാഹം വരാൻ വേണ്ടി, ഇനിയും പണി മുടങ്ങിക്കിടക്കാതെ പണി തുടർന്ന് നടത്താൻ വേണ്ടി, അതിനുവേണ്ടി പ്രവർത്തിക്കാനാണ് അവർ പ്രവചിച്ചത്. അന്ന് ശേൽത്തിയേലിൻ്റെ മകനായ സെരുബ്ബാബേൽ ഒരു ഗവർണറായിട്ടുണ്ട്. അന്ന് യഹോസാദാക്കിൻ്റെ മകനായ യോശുവ ഒരു മഹാപുരുഷനായിട്ടുണ്ട്. അപ്പോൾ പുരോഹിതന്മാരും രാജകൊട്ടാരത്തിലെ ഗവർണറും പ്രവാചകന്മാരും ഈ 3 സമൂഹം യോജിച്ചു. ശ്രദ്ധിക്കണേ, ദൈവാലയത്തിൻ്റെ മുടങ്ങിക്കിടക്കുന്ന പണി തുടങ്ങണമെങ്കിൽ എല്ലാവരും യോജിക്കണം. പ്രവാചകന്മാരും പുരോഹിതന്മാരും തമ്മിൽ അടിച്ചാൽ പറ്റുകയില്ല. പ്രവാചകന്മാരോട് നീ പ്രവചിക്കണ്ട എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. പുരോഹിതന്മാർ പറയും നീ പ്രവചിക്കേണ്ട, അത് അരുളപ്പാടല്ല ഞങ്ങൾക്കാണുള്ളതെന്ന് പറയും. അങ്ങനെ വന്നാൽ പണി മുടങ്ങിപ്പോകും. പ്രവാചകനും പുരോഹിതനും രാജാവും എല്ലാം ഒരേ സ്വരത്തിൽ ഏകകണ്ഠമായി ദൈവത്തിൻ്റെ ആലയം പണി തുടങ്ങാനായിട്ട് ഉത്സാഹിപ്പിക്കണം. ദൈവത്തിൻ്റെ ആലയം പണി നടത്തണം. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ഈ ആലയം ഇന്ന് ശൂന്യമായി കിടക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയം ശൂന്യമായി കിടക്കുന്നു. ഈ ആലയം തകർന്നു കിടക്കുന്നു. ഈ ആലയം പണിയണം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ എൻ്റെ ആലയം ശൂന്യമായി കിടക്കുന്നുവെന്ന്? അതല്ല, നിങ്ങൾക്കറിയാമോ ഈ ആലയത്തിൻ്റെ പുറമേയുള്ളതായ കെട്ടും മട്ടുമുണ്ട്, ആലയത്തിന് ഭിത്തിയുണ്ട്, വാതിലുണ്ട്, ശരി, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ശരീരത്തിൽ ഉള്ളിൽ ആത്മാവ് നിർജ്ജീവമാണെന്ന് നിങ്ങൾക്കറിയാമോ? ആത്മാവ് ഇന്ന് ജീവനില്ലാതെ പൈശാചികൻ്റെ പിടിയിൽ ഞെരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാമോ? സാത്താൻ നിങ്ങളെ പന്തടുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? സാത്താൻ നിങ്ങളെ പാവ കളിപ്പിക്കുകയാണെന്ന് അറിയാമോ? നിങ്ങളെ കൊണ്ടവൻ കോപിപ്പിക്കും, വീട്ടിൽ കലഹമുണ്ടാക്കിക്കും, മക്കൾ മാതാപിതാക്കൾക്കെതിരായി തിരിയും, അല്ല മാതാപിതാക്കൾ മക്കളെ ഓർത്ത് നെടുവീർപ്പിടും, കുടുംബത്തിൽ അലോഹ്യങ്ങളുണ്ടാകും, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നതയുണ്ടാകും. ഇതെല്ലാം പിശാചിൻ്റെ കെണികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചില ദൈവമക്കൾ പോലും മറ്റുള്ളവരെ കുറ്റം പറയുന്നു, മറ്റുള്ളവരെ ദുഷിക്കുന്നു. മറ്റുള്ള കുറ്റമാണ് അവർ കാണുന്നത്, സ്വന്തം കുറ്റം കാണുന്നില്ല. മറ്റുള്ള കുറ്റം കാണുന്നു, സ്വന്തം കുറ്റം കാണുന്നില്ല. സ്വന്തം സ്ഥിതി അറിയുന്നില്ല. സ്വന്തം ആത്മാവിന് ദാരിദ്ര്യം മനസ്സിലാക്കുന്നില്ല. ആത്മീയ സമ്പന്നന്മാരാണെന്ന് അവർ ധരിച്ചു വച്ചിരിക്കുന്നു. ആത്മീയമായി ഞാൻ എല്ലാം ഉണ്ടെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന വലിയൊരു അപകടമാണത്. അനേകരിന്ന് വാസ്തവത്തിൽ ആലയം പണി മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളതായ കാര്യം അറിയുന്നില്ല. ആലയം ശൂന്യമായി കിടക്കുന്നു. സെക്കരിയ പ്രവാചകനും ഹഗ്ഗായി പ്രവാചകനും ജനത്തെ ഉത്ബോധിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ നിന്ന് അനേകരെ പ്രവാചകന്മാരെ എഴുന്നേൽക്കണം. അനേകര്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നവർ മാത്രമല്ല, അനേകം പേര് ശുശ്രൂഷകന്മാരായി എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. അനേകം പേര്. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അനേകർ എഴുന്നേൽക്കണം. വരുംകാല തലമുറയിൽ കർത്താവിൻ്റെ വരവ് വരെയും വേല മുടങ്ങാതെ നടക്കണം. ഇത് ഏതെങ്കിലും ഒരാൾ മാറിയെന്നുകൊണ്ട് വേല മാറാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ വേലയാണിത്. ക്രിസ്തുവിൻ്റെ വേല നടത്താൻ തന്നെ സമർപ്പിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകണം. ഹഗ്ഗായി പ്രവാചനും സെക്കരിയ പ്രവാചനും ക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ജീവനുള്ള ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുകയുണ്ടായി, തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാൻ ചിലർ എല്ലാം മറന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവരുണ്ട്. നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാം മറന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവർ. മറ്റെന്തെല്ലാം മാറ്റി വെച്ചാലും യേശുവിൻ്റെ വേല എന്നുള്ളതിൽ നിർബന്ധമുള്ള ചില ആളുകളുണ്ട്. നല്ല ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. എല്ലാം മാറ്റി വയ്ക്കുന്നു. ഒരു കാര്യവുമില്ല. എൻ്റെ യേശു അത് മാത്രം ചിന്ത. ദൈവത്തിന് സ്തോത്രം. പുരോഹിതനും പ്രവാചകനും യോജിക്കുകയാണ്. പുരോഹിതനും പ്രവാചകനും ഗവർണറുടെ കീഴിൽ യോജിച്ച് പ്രവർത്തിക്കുകയാണ്. ആ 3 നേതൃത്വങ്ങൾ യോജിക്കുകയാണ്.
പ്രവാചക നേതൃത്വം, പുരോഹിത നേതൃത്വം, രാജകീയ നേതൃത്വം. രാജകീയ നേതൃത്വവും പുരോഹിത നേതൃത്വവും പ്രവാചക നേതൃത്വവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ആദിമകാലത്തെ ആ കാലഘട്ടത്തിലെ പ്രത്യേകതകൾ ഇന്ന് നാം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പ്രവചനമുണ്ട്, ധാരാളം പ്രവചനങ്ങളുണ്ട്, അനേകരെ വചനം കേൾക്കുന്നുണ്ട്. വേല തീർക്കേണ്ട നമുക്ക് ഓരോരുത്തർക്കും ഒരു വേലയുണ്ട്. സ്തോത്രം. നമുക്ക് ഓരോരുത്തരുടെ വേലയും കർത്താവ് ചില വേലകൾ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. ഈ വേലകൾ നടത്താൻ നാം ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു. എന്തെല്ലാം വേലയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത് വേണ്ടത്, വേല ചെയ്യുന്നതിന് ആദ്യം വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസം. ഇന്ന് അനേകം പേർക്ക് വിശ്വാസമില്ല. ദൈവത്തിനുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമക്കളിലുള്ളതായ വിശ്വാസം ഇന്നത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വലിയ നഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ വചനം പറയുന്നു, നിങ്ങൾക്ക് എന്നിലൊരു വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. എന്നെക്കുറിച്ചൊരു ബോധ്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങളാരും പൈസ കൊണ്ടുവരേണ്ട, പൈസ തരേണ്ട, പൈസ സംഭാവന ഇരിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, സാറിങ്ങനെയൊക്കെ പറഞ്ഞാലും പൈസയൊക്കെ കൊടുത്താൽ മേടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തീർന്നു കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. സഭഭേദമില്ല, സമുദായ വ്യത്യാസമില്ല എന്ന് പറയുന്നു. സാറങ്ങനെയൊക്കെ പറയും. പക്ഷേ സാറിനും സഭയിൽ അകത്ത് ചില സഭകളോട് പ്രത്യേക താല്പര്യമുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. നഷ്ടം നിങ്ങൾക്കാണ്, എനിക്കും നഷ്ടമാണ്. കാരണം ഞാൻ പറയുന്നതനുസരിച്ച് ഞാൻ നിന്നില്ലെങ്കിൽ ഞാനും പുറത്തായി പോകും. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നു, എനിക്ക് എൻ്റെ കർത്താവിന് പേടിയുണ്ട്, എൻ്റെ ദൈവത്തെ ഭയമുണ്ട്. ദൈവമെല്ലാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ രഹസ്യമായി നിങ്ങളോട് വളരെ ആരും അറിയാതെ രഹസ്യമായിട്ട് കുറച്ച് രൂപ അത്യാവശ്യമാണ്, നമ്മുടെ വേലയ്ക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചാൽ കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും? ഒരു ദിവസം ചെന്ന് നിൽക്കുമല്ലോ, ഒരു ദിവസം അവിടെ ചെന്ന് കർത്താവിൻ്റെ ഭാഗത്ത് മുട്ടുകുത്തുമല്ലോ, സർ മുഴങ്കാലും മടങ്ങുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എനിക്ക് മനസ്സിലായി ഇതെല്ലാം മാറിപ്പോകുന്നതാണെന്ന്, ഇവിടെയുള്ള സ്വത്തെല്ലാം മാറിപ്പോകുന്നതാണെന്ന്, ഇന്നുള്ള ധനമെല്ലാം മാറിപ്പോകുമെന്ന്. ഇതെല്ലാം എന്നാണ് മാറിപ്പോകുന്നത് ആർക്കറിയാം? ആർക്ക് പ്രയോജനപ്പെടും? ആർക്കറിയാം? അറിഞ്ഞുകൂടാ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തമായ നിഷ്ഠകളും പ്രതിഷ്ഠകളും വേണം. സ്തോത്രം. വ്യക്തമായ സ്റ്റാൻഡ് വേണം നിങ്ങൾക്ക്. വ്യക്തമായ സ്റ്റാൻഡ്. എന്താണ് എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം? എന്താണ് എൻ്റെ വേലയുടെ ലക്ഷ്യം? എന്താണ്? സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങൾ വീണ്ടും പറയട്ടെ, നിങ്ങൾ ഇന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചുമൽ ചായ്ക്കുക. ജനത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല എന്നൊരു വാക്യമുണ്ട് യെസ്രായുടെ പുസ്തകത്തിൽ. ജനത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. അനേക ശ്രേഷ്ഠന്മാർ ചുമൽ കൊടുക്കുന്നില്ല. അനേക ശ്രേഷ്ഠന്മാർ ചുമൽ കൊടുക്കുന്നില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരേ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ അതിവേഗം വേല തുടങ്ങുക, വേല തുടരുക. എല്ലാം മറന്ന് വേല ചെയ്യുക, തന്നെ മറന്ന് വേല ചെയ്യുക, സ്വകാര്യ ലാഭങ്ങൾ മറന്ന് വേല ചെയ്യുക, സ്വകാര്യ ഉദ്ദേശങ്ങൾ മറന്ന് വേല ചെയ്യുക, സ്വകാര്യ ലാക്കുകൾ മറന്ന് വേല ചെയ്യുക. എല്ലാം മറന്ന് കർത്താവിൻ്റെ വേലക്കാരായി തീരുക. ഞാൻ ആഗ്രഹിക്കുന്നു ഈ കൂട്ടത്തിൽ നിന്ന് അനേകർ എഴുന്നേറ്റ് കർത്താവിൻ്റെ വചനം പറയുമെന്ന്. ഞാൻ ആശിക്കുന്നു ഈ കൂട്ടത്തിൽ നിന്ന് അനേകം സ്ത്രീകളും പുരുഷന്മാരും എഴുന്നേറ്റ് കർത്താവിൻ്റെ വേലക്കാരായി തീരുമെന്ന്. നിങ്ങൾ ഓരോരുത്തരും വേലയ്ക്ക് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട്? കർത്താവ് തുടങ്ങിയ വേല കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. കാലം മാറും, ഇന്നുള്ളവർ മാറും, പക്ഷേ മാറാത്തൊരുവനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. മോശയുടെ കാലം കഴിഞ്ഞു, പക്ഷേ ദൈവജനം തകർന്നില്ല. യോശുവയുടെ കാലം കഴിഞ്ഞു, ദൈവജനം തകർന്നില്ല. നേതാക്കന്മാർ മാറിപ്പോയി, ശരിയാണ്. ജനത്തെ നടത്തിയവർ മാറിപ്പോയി, പക്ഷേ ജനം തകർന്നില്ല. ദൈവത്തിന് സ്തോത്രം. ശമൂവേലിൻ്റെ കാലം, അന്ന് ജനം ഉണർന്നു, പക്ഷേ ശമൂവേലിൻ്റെ കാലം കഴിഞ്ഞു, പിന്നെയും കാലങ്ങൾ മുന്നോട്ട് പോയി. ഏലിയാവിൻ്റെ കാലം വന്നു, പിന്നെയും കാലം മുന്നോട്ട് പോയി. എലീശയുടെ കാലം വന്നു, പിന്നെയും കാലം മുന്നോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അത്യുന്നതൻ എല്ലാം കണ്ടുകൊണ്ട് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം കാണുന്നൊരു ദൈവം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവഭയം വേണം. എല്ലാം കാണുന്നൊരു ദൈവമുണ്ടല്ലോ, എന്നെ അറിയുന്നൊരു ദൈവമുണ്ടല്ലോ,
139 സംഘത്തിന് 1 വാക്യം വായിക്കുവായും 139 സംഘത്തിന് 1 വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ നിരൂപിക്കുന്നത്, എൻ്റെ മനസ്സിൽ കൂടി പോകുന്ന വിചാരങ്ങൾ, എൻ്റെ നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. യഹോവേ, നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. കർത്താവേ, ഈ അറിവ്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല കർത്താവേ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഗ്രഹിച്ചുകൂടാതെ ഉന്നതമായിരിക്കുന്നു. നിത്യനായ ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കർത്താവേ. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അന്ന് മോശയുടെ കാലം കണ്ട ദൈവം ഇന്ന് ജീവനുള്ള ദൈവം നമ്മെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുന്നു. അന്ന് മരുഭൂമിയിൽ കൂടി പോയ ജനത്തെ കണ്ട ദൈവം നമ്മെയും കണ്ടുകൊണ്ടിരിക്കുന്നു. അന്ന് ജനത്തിന് മാറായിലെ കയ്പുവെള്ളം മധുരമാക്കി കൊടുത്ത ദൈവം നമ്മെയും കണ്ടുകൊണ്ടിരിക്കുന്നു. അന്ന് ജനത്തിന് മന്നായും കാടപ്പക്ഷിയും കൊടുത്ത ദൈവം നമ്മെയും കണ്ട് നമ്മളെ പുലർത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, എനിക്ക് മനസ്സിലാകുന്നില്ല കർത്താവേ. എത്രയോ ഭൂഖണ്ഡങ്ങളുണ്ട്. ഈ ഭൂഖണ്ഡങ്ങളിലൊക്കെയും എല്ലാവരെയും നീ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും നീ അറിയുന്നു. അവരുടെ ഹൃദയ രഹസ്യങ്ങൾ നീ കാണുന്നു. ഒരു തലമുടി നാര് താഴെ വീണാൽ നീ അറിയാതെ താഴെ കൊഴിഞ്ഞു വീഴുകയില്ല. അത്രമാത്രം തലമുടിയെല്ലാം എണ്ണിയിരിക്കുന്നു. കർത്താവ്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. എനിക്ക് മനസ്സിലാകാതെ അത്യത്ഭുതമായ പരിജ്ഞാനമാണ്. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? കർത്താവേ, നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക് വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക് വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. സമുദ്രങ്ങൾക്കപ്പുറം ഞാൻ ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടേനെ മൂടിക്കളയട്ടെ. പറയുകയാണ്, ഇരുട്ടനെ മൂടിക്കളയട്ടെ എന്ന് പറഞ്ഞാലോ? വെളിച്ചവന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, വെളിച്ചവന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാലോ? ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. കർത്താവേ, നിനക്ക് ഇരുട്ടും വെളിച്ചം ഒരുപോലെ തന്നെയാണ്. നിനക്ക് വ്യത്യാസമില്ല. എല്ലാം നീ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെയെല്ലാം കാണുന്നൊരു ദൈവം, നിത്യനായ ദൈവം, തൻ്റെ വേല നടത്തുവാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം, ഈ സത്യങ്ങൾ വിളിച്ചു പറയാൻ ആത്മാക്കളെ തേടും ദൈവം. ദൈവയോധനത്തിൻ്റെ സത്യങ്ങൾ ജനത്തിന് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം അനേകരെ ഉണർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അന്ന് ഹഗ്ഗായി പ്രവാചകനും സെഖര്യാ പ്രവാചകനും ജനത്തെ ഉണർത്തി. ദൈവത്തിന് സ്തോത്രം. ഹഗ്ഗായി പ്രവാചകനും സെഖര്യാ പ്രവാചകനും ജനത്തിന് ഉപദേശം കൊടുത്തു, പ്രബോധനം കൊടുത്തു, അവർക്ക് ആവശ്യമുള്ള പ്രവചനം കൊടുത്തു. എങ്ങനെയും അവരുടെ ആലയം പണിയുന്നതിന് വേണ്ടി അവരെ ഉത്സാഹിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രവാചകന്മാർ കുറഞ്ഞു പോയിരിക്കുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ മനുഷ്യത്വന്മാരിൽ കുറഞ്ഞു പോയിരിക്കുന്നു. വിശ്വസ്തന്മാരില്ല. വേലക്കാരുണ്ട്, പക്ഷേ വിശ്വസ്തരല്ല. ദൈവത്തിന് സ്തോത്രം. വേലക്കാരുണ്ട്, കയ്യിൽ കിട്ടിയ വചനം വിശ്വസ്തമായി കൈകാര്യം ചെയ്യുന്നില്ല. സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ കിട്ടി, അത് വിശ്വസ്തമായി കൈകാര്യം ചെയ്യുന്നില്ല. പൈസയല്ലേ പറഞ്ഞത്. കർത്താവിൻ്റെ ഒരു വചനം നിങ്ങൾക്ക് കിട്ടി, ഒരാളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതായ കാര്യം നിങ്ങൾക്ക് കിട്ടി. പക്ഷേ ഞാനിത് പറഞ്ഞാൽ വെറുതെ ആൾക്ക് ഇടർച്ച വരുമോ, വേണ്ട മിണ്ടണ്ട എന്ന് വിചാരിക്കുന്നത് അത് വിശ്വസ്തയല്ല, അവിശ്വസ്തതയാണ്. ദൈവത്തിന് സ്തോത്രം. മുഖം നോക്കാതെ പറയാനുള്ള ആ ഒരു പ്രാഗൽഭ്യം നമുക്ക് വേണം. മുഖം നോക്കാതെ, ആരുടെയും മുഖം നോക്കാതെ, ആരിൽ നിന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ മുഖം നോക്കാതെ പറയാം. ആരുടെയെങ്കിലും പിൻബലം എനിക്ക് വേണമെന്ന് വരുമ്പോഴാണ് മുഖം നോക്കി പോകുന്നത്. ആരുടെയെങ്കിലും ഒത്താശ എനിക്ക് വേണമെന്ന് വരുമ്പോഴാണ് മുഖം നോക്കി പോകുന്നത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലോ ആരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പ്രശംസ വേണ്ട, എനിക്ക് ആരുടെയും മാനം വേണ്ട, ആരുടെയും ബഹുമതി വേണ്ട, ആരുടെയും റെക്കഗ്നീഷൻ വേണ്ട. എങ്കിൽ നമുക്ക് ധൈര്യമായി പറയാം, വിശ്വസ്തരായിരിക്കണം. ഇന്ന് അനേകർ അവിശ്വസ്തരാണ്. വേലക്കാരാണ്, പ്രവർത്തിക്കുന്നവരാണ്, പക്ഷേ വിശ്വസ്തയോടെ വചനം കൈകാര്യം ചെയ്യുന്നില്ല. സ്വർഗത്തിൽ നിന്ന് കിട്ടുന്നതായ വചനം വിശ്വസ്തയോടെ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണം. സ്വർഗത്തിൽ നിന്ന് കിട്ടുന്നതായ അപ്പം എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണം. സ്വർഗത്തിലെ അപ്പമാണ് അത്. ചിലർക്ക് കൊടുക്കുന്നത്, ആ അപ്പം കൊടുക്കുമ്പോൾ ചിലർക്ക് ശാസനയാണ്, ചിലർക്കത് ശിക്ഷണമാണ്, ചിലർക്ക് ഉള്ളു നോവുന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ അതെല്ലാം നന്മയ്ക്കായിട്ട് തീരും, നന്മയ്ക്കാക്കി തീർക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നതിൻ്റെയൊക്കെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കരുണയുള്ള കർത്താവ് ഇന്ന് ഈ തലമുറയിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു.
അത് നിങ്ങളിൽ നടത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, നാനാ ദേശങ്ങളിൽ നിന്ന് കേൾക്കുന്ന ദൈവമക്കൾ ഓരോരുത്തരും നിങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവ് ചിലതെല്ലാം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ നിങ്ങളെ തന്നെ? ദൈവത്തിന് സ്തോത്രം. ഹഗ്ഗായി പ്രവാചകൻ വിട്ടുകൊടുത്തതുപോലെയും സഖരിയ പ്രവാചകൻ വിട്ടുകൊടുത്തതുപോലെയും നിങ്ങൾ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ? ഹഗ്ഗായി പ്രായം ചെന്നൊരു പ്രവാചകനാണ്, സഖരിയാവ് യുവാവായ പ്രവാചകനാണ്. യുവാവായാലും ശരി, വൃദ്ധനായാലും ശരി, കർത്താവിൻ്റെ വചനം പറയാൻ വ്യത്യാസമില്ല, ഒരു മയമില്ലാതെ പറഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായി പറഞ്ഞുകൊള്ളുക. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. 4 കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം എടുക്കുക. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കാം. ദാര്യാവേശ് രാജാവിന് 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദാ ദേശാധിപതിയായി ശേത്തിയേലിൻ്റെ മകനായ സെരുബ്ബാബേലിനും മഹാപുരോഹിതനായി യഹോസാദാക്കിൻ്റെ മകനായ യോശുവയ്ക്കും ഉണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായി. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറഞ്ഞത്? റെബ്യൂക്ക്, ശകാരമാണ്. പ്രവാചകൻ ശകാരിക്കുകയാണ്, പ്രവാചകൻ തർജ്ജനം ചെയ്യുകയാണ്, പ്രവാചകൻ ശാസിക്കുകയാണ്. ഈ ജനം 50,000-ഓളം ആളുകൾ തിരിച്ചു വന്നു. ഈ ആളുകൾ വന്നിട്ട് അവർക്ക് വീട് പണിയാനാണ് ശ്രമം, അവരുടെ സ്വന്തം കാര്യമാണ്. ആലയം ശൂന്യമായി കിടക്കുകയാണ്. ആലയം പണിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഹഗ്ഗായി പ്രവാചകന് വലിയ വേദന വന്നു. ദൈവം പറഞ്ഞു, നീ ചെന്ന് ജനത്തോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു. ഹഗ്ഗായി എന്ന് പ്രവചിച്ചു, എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? നിങ്ങളുടെ വീടുകൾ പണിയുന്നു, നിങ്ങൾക്ക് സ്വത്ത് ഉണ്ടാക്കുന്നു, നിങ്ങളുടെ വരുമാനമാർഗം വർദ്ധിപ്പിക്കാൻ നോക്കുന്നു, നിങ്ങളുടെ സ്വന്തം കാര്യം നിങ്ങൾ നോക്കുന്നു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങൾ ഭാര്യയും ഭർത്താവും നിങ്ങളുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ചിന്തയില്ല. എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ഹഗ്ഗായി പ്രവാചകൻ പ്രവർത്തിച്ചപ്പോൾ ഒന്ന് റെബ്യൂക്ക്, ശകാരമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ കർത്താവേ, നീ എന്നെ ശാസിച്ചാണെങ്കിലും, എൻ്റെ കർത്താവേ എന്നോട് വഴക്ക് പറഞ്ഞാണെങ്കിലും എന്നെ നന്നാക്കി എടുക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഏത് വിധത്തിലാണെങ്കിലും നിൻ്റെ വചനം കിട്ടിയാൽ മതി, ഞാൻ മാറിക്കൊള്ളാം. എൻ്റെ അകത്ത് വാഴുന്ന ദുഷ്ടപിശാചുക്കളെ മാറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല കർത്താവേ, നീ എന്നെ ശാസിച്ച് ദുഷ്ടപിശാചുക്കളിൽ നിന്ന് നീ അകറ്റിക്കളയണമേ. പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ നിങ്ങൾ ദുഷ്ടപിശാചിന് അവകാശമുണ്ടെന്ന്? നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന് അവകാശമുണ്ടെന്ന്? പാപം നിങ്ങൾ വിട്ടു പോയിട്ടില്ലെന്ന് അറിയാമോ? പാപം, ഭയാനകമായ പാപങ്ങൾ, ഇന്ന് നിസ്സാരമെന്നാണ് കരുതുന്നത്, ചിന്തയിൽ കൂടി പോകുന്ന പാപങ്ങൾ, ചിലരെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ, അനേകർ സംശയാലുക്കളായിരിക്കുകയാണ്, അനേകർ ചിന്താക്കുഴപ്പത്തിലിരിക്കുകയാണ്, കൺഫ്യൂസ്ഡാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് മനം തിരിയാം. റെബ്യൂക്ക് ലഭിക്കട്ടെ. എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? നിങ്ങൾ സ്വന്തം വീട് പണിയാൻ നോക്കുകയാണോ? ആലയം ശൂന്യമായി കിടക്കുന്നു, ആരാധന മുടങ്ങി കിടക്കുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ദൈവത്തിന് സ്തോത്രം. അനേകർ ചിന്തിക്കാനുള്ള വകകളായി പറയുന്നു, ചിന്തിക്കാനുള്ള വകകൾ. ഭയത്തോടെ ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ദൈവാലയം ശൂന്യമായി കിടക്കുകയാണ്. ഇന്ന് ഈ ആലയം ശൂന്യമായി കിടക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതം, എൻ്റെ കർത്താവേ, ഇന്ന് ജീവിതം ഈ ഭൂമിയിൽ അവസാനിച്ചാൽ ഞാൻ നരകത്തിലേക്കാണല്ലോ പോകുന്നതെന്ന് എത്ര പേർക്ക് അറിയാം ഈ കാര്യം? ഇതെല്ലാം കേൾക്കുന്നുണ്ടൊന്നും വിശ്വസിക്കുന്നില്ല. എല്ലാം കേൾക്കുന്നുണ്ട്, ഒന്നും വിശ്വസിക്കുന്നില്ല. അറിയാൻ പാടില്ലേ? വിവരം അറിയാഞ്ഞിട്ടാണോ? വചനം അറിയാൻ പാടില്ലേ? പക്ഷേ ഇന്നും ആഴത്തിൽ വിശ്വാസമില്ല, പരിശുദ്ധാത്മാവിന് വിശ്വാസമില്ല, വചനം തരുന്ന ദൈവത്തിൻ്റെ ആത്മാവാണെന്നുള്ള വിശ്വാസമില്ല, വചനം തരുന്ന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള വിശ്വാസമില്ല, എന്നെ രൂപാന്തരപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസമില്ല, എന്നിൽ നിന്നുകൊണ്ട് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുള്ളതായി വിശ്വാസമില്ല, ദൈവം ജീവിക്കുന്നുള്ള വിശ്വാസമില്ല, യേശുക്രിസ്തു ജീവിക്കുന്നുള്ള വിശ്വാസമില്ല, ഞാൻ ബസ്സിൽ കയറുമ്പോൾ എൻ്റെ കരുണയുള്ള കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ള വിശ്വാസമില്ല, ഞാൻ ബസ്സിൽ കയറി ഞാൻ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ അരുതാത്ത രീതിയിൽ ഏതെങ്കിലും കാര്യം നടന്നാൽ അത് ദൈവം കാണുന്നുള്ള വിശ്വാസമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ ബസ്സിൽ എന്തെല്ലാം വൃത്തികേടുകളാണ് നടക്കുന്നത്. ഇതൊക്കെ ദൈവം കാണുന്ന ആരും അറിയുന്നില്ല, ഇത് ചിന്തിക്കുന്നില്ല. കുടുംബത്തിൽ എന്തെല്ലാം അലോസരങ്ങളാണ് നടക്കുന്നത്, ആരും ചിന്തിക്കുന്നില്ല. സ്തോത്രം. ആത്മാവ്
ശാസിക്കുന്നു, ആത്മാവ് തർജ്ജനം ചെയ്യുന്നു, ആത്മാവ് ശകാരിക്കുന്നു, റെബ്യൂക്ക് ചെയ്യുന്നു. ശാസന, ശകാരം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് എന്തായാലും ശകാരം തന്നാലും ശരി, ആത്മാവ് സൗമ്യമായി പറഞ്ഞാലും ശരി, എൻ്റെ ദൈവത്തിന് എന്നുള്ള സ്നേഹം. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഭാഗ്യവശാൽ ശകാരങ്ങൾ കേട്ട് വളർന്നവനാണ്. ഈ ഭൗതികമായ കാര്യങ്ങളിൽ അമ്മ എന്നെ തല്ലിയിട്ടുണ്ട്. അമ്മ എന്നെ വളരെ വഴക്ക് പറഞ്ഞു. അമ്മയെ നല്ല പേടിയായിരുന്നു, എനിക്ക് നല്ല പേടിയായിരുന്നു. ആത്മീയമായ രീതിയിലേക്ക് വന്നപ്പോഴേക്കും പപ്പ, ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടുള്ളതേക്കും വിശുദ്ധനായ ദൈവപുരുഷൻ, അദ്ദേഹം എത്ര തവണ ശാസിച്ചിട്ടുണ്ട്. എത്ര നിഷ്കരണമെന്ന് ഞാൻ പറയാം, കരുണയില്ലാതെ ശാസിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്നും പക്ഷേ എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതെൻ്റെ കർത്താവ് എന്നെ കാണുന്നതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്നെ കാണുന്നത് അങ്ങനെയാണ്, അതെനിക്ക് സംശയമില്ല, ഒരു സംശയം ഉണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശു എന്നെ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പപ്പ അത് പറഞ്ഞാൽ ഉറപ്പ്, അത് സത്യം. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം, മനസ്സിലാകുന്നില്ലെങ്കിലും അത് സത്യം 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 ഉറപ്പായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എന്നെ യഥാസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന്, അത് നേരം കഴിയുന്നതിന് മുമ്പ് എന്നെ യഥാസ്ഥാനപ്പെടുത്തി. കാരണം എനിക്ക് കാര്യം മനസ്സിലായി, പിടികിട്ടി, ഉടനെ തന്നെ എൻ്റെ തെറ്റ് മനസ്സിലായി, ഉടനെ എന്നെ യഥാസ്ഥാനപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തകൾ ഞാനിവിടെ നിർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിന്ന് ഒരു പുതിയ തീരുമാനമെടുക്കാം. ആലയം പണി തുടങ്ങണം. ആലയം പണി തുടങ്ങണം. മുടങ്ങിക്കിടക്കുന്ന ആലയം പണി തുടങ്ങണം. അതിന് പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കണം, വചനം കേൾക്കണം. ഇന്നൊരു തീരുമാനമെടുക്കുക. കർത്താവേ, ഈ ആലയം പണി ഇന്ന് മുടങ്ങിക്കിടക്കുകയാണ്, ഞാൻ ഇന്ന് വീണ്ടും ആലയം പണി ഞാൻ തുടങ്ങുന്നു. ദൈവമേ, പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേൾക്കും, വിശ്വസിക്കും. കർത്താവേ, ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. തീരുമാനമെടുക്കാമോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെല്ലാം എൻ്റെ കർത്താവേ ഒന്ന് തുടരണമേ. കർത്താവേ, അവിടുത്തെ അത്ഭുതകരമായ കരസ്പർശനമേറ്റ് ഓരോരുത്തരും രൂപാന്തരം പ്രാപിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവയോട് പ്രവർത്തിക്കണമേ. ജീവനുള്ള ദൈവമേ, അവിടുന്ന് എഴുന്നള്ളി വരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നിൻ്റെ രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.